ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു പച്ചരി പായസമാണ്. അതിനായിട്ട് 1 ലിറ്റർ പാല്, നെയ്യ്, ഏലക്ക, തേങ്ങ കൊത്തിയത്, നേന്ത്രപ്പഴം, ഇത് 2 നേന്ത്രപ്പഴം അരിഞ്ഞതാണ്. ഇത് കൂടാതെ പച്ചരി ഇത് ഞാൻ കഴുകി കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പം ഇത് അരിയിൽ കൂടുതൽ അത്യാവശ്യം നല്ലോണം വെള്ളം ഒഴിക്കുന്നത് നല്ലതാണ്. കാരണം വെള്ളം വേണം, വെള്ളമുള്ള പായസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളമൊഴിച്ച് നമുക്ക് ആദ്യം പച്ചരി വേവിക്കാം. പച്ചരി ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിക്കണം. 3 വിസിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ആ നേരം കൊണ്ട് നമുക്ക് പാല് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ പാല് തിളച്ചു, പാൽ ഓഫാക്കാം. കുക്കറിൽ 3 വിസിൽ വന്നു. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി അത് കുറച്ച് നേരം അതിൻ്റെ പ്രഷറൊന്ന് പോകാൻ വേണ്ടി വയ്ക്കാം. ആ നേരം കൊണ്ട് നമുക്ക് തേങ്ങയും വാഴയ്ക്കയും നേന്ത്രവാഴയുടെ പഴവും നെയ്യിൽ വഴറ്റിയെടുക്കാം. ചട്ടിയിൽ വെള്ളം വറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ചൂടായി കഴിയുമ്പോൾ കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കും. തേങ്ങ ഒരു ബ്രൗൺ നിറാകുന്നത് വരെ ഇളക്കി കൊടുക്കണം. തേങ്ങ ബ്രൗൺ നിറായിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. തേങ്ങ കോരി വെച്ചു. ഇനി നമുക്ക് ഈ നെയ്യിലേക്ക് തന്നെ നേന്ത്രപ്പഴം അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. നേന്ത്രപ്പഴം നെയ്യിൽ ഇങ്ങനെ ഒന്ന് വഴന്ന് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് വഴന്ന് വന്നു കഴിയുമ്പോൾ അതും ഒരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പായസത്തിന് ആവശ്യമായിട്ടുള്ള തേങ്ങ കൊത്തിയതും നേന്ത്രപ്പഴവും നെയ്യിൽ വഴറ്റിയത് റെഡി ആയിട്ടുണ്ട്. ഇതിൽ മുന്തിരിയും ഉണക്കമുന്തിരിയും അതേപോലെ കശുവണ്ടി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ 2 ചേരുവകൾ മതി. ഇനി നമുക്ക് പായസം റെഡിയാക്കാം. അതിനായിട്ട് ഏലക്ക പൊടിച്ചെടുക്കണം. അപ്പോൾ ഏലക്ക പൊടിച്ചെടുക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ജാറിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഏലക്ക അതിനകത്തിട്ട് പൊടിച്ചെടുക്കാം. ഇനി എന്തിനാണ് പഞ്ചസാര ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏലക്ക നന്നായി പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഏലക്ക മാത്രമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ജാറിൽ പൊടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പഞ്ചസാരയും ഏലക്കായും കൂടി മിക്സ് ചെയ്തിട്ട് പൊടിക്കുന്നത്. നന്നായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഏലക്കായും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്ത് നന്നായി പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പായസം തയ്യാറാക്കാം. നമ്മുടെ പച്ചരി വെന്ത് പായസത്തിനുള്ള പാകമായിട്ടുണ്ട്. ഇനി ഞാനിത് വേറൊരു കലത്തിലേക്ക് മാറ്റുകയാണ് ഇളക്കാനുള്ള എളുപ്പത്തിന്. ഞാൻ പച്ചരി വേവിച്ചത് വേറൊരു കലത്തിലേക്ക് മാറ്റി അതിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിക്കുകയാണ്. പാല് 1 ലിറ്റർ ആയിരുന്നു എടുത്തിരുന്നത്. 1 ലിറ്റർ വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഇനി നമുക്കിതൊന്ന് തിളപ്പിക്കണം. കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതുകൂടാതെ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അത് മധുരം അനുസരിച്ചാണ്. നിങ്ങൾക്ക് കൂടുതൽ മധുരം ആവശ്യമാണെങ്കിൽ അതിനനുസരിച്ച്, കുറവ് മതിയെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ വെള്ളം ഒഴിച്ചു ആവശ്യത്തിന്, അതുകൂടാതെ പഞ്ചസാര ഇട്ടു. തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാല് ഒഴിക്കാം. പാലൊഴിച്ചു അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമുക്കിനി വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും അതേപോലെ തന്നെ നേന്ത്രവാഴപ്പഴവും ഇടാം. വെള്ളച്ചോവ വരാതിരിക്കാൻ വേണ്ടി ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടി പിടിച്ചു പോയിട്ടുണ്ടെങ്കിൽ പണി വാളും. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തിള വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. തിള വന്നു കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഗ്യാസ് ഓഫാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഏലക്കായും പഞ്ചസാരയും കൂടി അടിച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ പായസം റെഡിയായി. നമ്മൾ ഈ പായസത്തിലേക്ക് തിളയ്ക്കുമ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്, അപ്പോൾ ഏലക്കായൻ്റെ കൂടെ ഇട്ട് വെച്ചിരിക്കുന്ന പഞ്ചസാര എത്രയുണ്ടോ അതിനനുസരിച്ച് കുറവിട്ടാൽ മതി. കാരണം അതും കൂടി ഇട്ട് കഴിയുമ്പോൾ ഓവർ മധുരം ആവരുത്. അതിനനുസരിച്ച് വേണം പഞ്ചസാര തിളയ്ക്കുമ്പോൾ പായസത്തിൽ ഇടാനായിട്ട്.
നമുക്ക് പായസത്തിലേക്ക് ഒരു നുള്ളു നെയ്യും കൂടി ഇട്ട് കൊടുക്കാം. നെയ്യ് ഓൾറെഡി നെയ്യിലാണ് വറുത്തിരിക്കുന്നത്, തേങ്ങയും നേന്ത്രപ്പഴവും. അതുകൊണ്ട് ഒരുപാട് വേണ്ട, കുറച്ച് ഒരു ചെറിയ നെയ്യിൻ്റെ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ പായസം ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുത്തു. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല സൂപ്പർ പായസം. അധികം പൈസ ചിലവൊന്നും ഇല്ലാതെ നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടുണ്ടാക്കാവുന്ന നല്ല സ്വാദിഷ്ടമായ പായസം. താങ്ക് യു ഫോർ വാച്ചിങ്.